കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സമാപനമാകാൻ പോവുകയാണ്. 13 സ്വർണ്ണമടക്കം 39 മെഡലുമായി 4ാം സ്ഥാനത്താണ് ഇന്ത്യ. ബോക്സിംഗിൽ 7 സ്വർണ്ണമടക്കം 10 മെഡലുകൾ നേടിയതാണ് ഇന്ത്യക്ക് കരുത്തായത്. പാരാ അത്ലറ്റിക്സിലും ചരിത്ര പ്രകടനമാണ് ഇന്ത്യ നടത്തിയത്. ഗുസ്തിയും ഷൂട്ടിംഗും അടക്കം പ്രധാന ഇനങ്ങൾ ഒഴിവാക്കിയിട്ടും ഗെയിംസിൽ നല്ല പ്രകടനം നടത്തിയിട്ടുണ്ട് ഇന്ത്യ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയെങ്കിൽ പോലും ഭേദപ്പെട്ട പ്രകടനമൊക്കെ നടത്തി തല ഉയർത്തിയാണ് നമ്മൾ ഗെയിംസ് വിടുന്നത്. സേതു, തീർച്ചയായും 2022 ബർമിംഗം കോമൺവെൽത്ത് ഒളിമ്പിക്സിൽ ഇന്ത്യ 22 സ്വർണ്ണമായിരുന്നു നേടിയത്. ഈ കോമൺവെൽത്ത് ഒളിമ്പിക്സിലേക്ക് വരുമ്പോൾ അത് 13ആയി ചുരുങ്ങുന്നെങ്കിൽ പോലും ഇന്ത്യ ഒരു മികച്ച പ്രകടനം തന്നെ നടത്തി എന്ന് പറയേണ്ടി വരും. കാരണം നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ ഗുസ്തിയും ഷൂട്ടിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷേ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഒളിമ്പിക്സ് ഗെയിംസ് നടന്നത്. അതിൽ എന്തായാലും ഇന്ത്യ ഈ ബോക്സിങ്ങിലൂടെ ഒരു മികച്ച തിരിച്ചുവരവ് അല്ലെങ്കിൽ ബോക്സിങ്ങിലൂടെ മികച്ചൊരു മുന്നേറ്റം നടത്തിയിരുന്നു. മിനിഞ്ഞാന്ന് ഇന്ത്യ 10ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് കുറച്ച് സ്വർണം മാത്രമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ നേടിയ സ്വർണ്ണമാണ് ഇന്ത്യയെ 4ാം സ്ഥാനത്തേക്ക് എത്തിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോക്സിങ്ങിലുള്ള ആ നേട്ടം തന്നെയാണ്. 10 ഫൈനലിലായിരുന്നു ഇന്ത്യ ഇന്നലെ മത്സരിച്ചത്. അതിൽ 10ൽ 7ലും സ്വർണ്ണം നേടാൻ ഇന്ത്യക്കായി. മറ്റു 3ൽ വെള്ളി കൂടി നേടിയതുകൂടി മെഡൽ നേട്ടത്തിലും വലിയ നേട്ടം ഇന്ത്യക്ക് സ്വന്തമാക്കാനായി. പറഞ്ഞതുപോലെ തന്നെ 10ഓളം ഇനങ്ങളാണ് ഗ്ലാസ്ഗോയിലേക്ക് വരുമ്പോൾ ഒഴിവാക്കിയിരുന്നത്. അതിൽ നിന്ന് ഇത്രയും ഗെയിം ഇനങ്ങൾ ഒഴിവാക്കിയിട്ട് പോലും ഇന്ത്യക്ക് 13 സ്വർണവും 17 വെള്ളിയും അതുപോലെ തന്നെ 9ഓളം വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകൾ നേടാൻ ഇന്ത്യക്കായിട്ടുണ്ട്. നിലവിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. ഓസ്ട്രേലിയയാണ് 1ാം സ്ഥാനത്തുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ബോക്സിംഗിൽ മാത്രമല്ല പാരാ അത്ലറ്റിക്സിലും വലിയ നേട്ടം ഇന്ത്യ സ്വന്തമാക്കി. 2002 മുതൽ 2022 വരെയുള്ള പാരാ അത്ലറ്റിക്സിന്റെ ചരിത്രമെടുത്താൽ അത്രയും കാലയളവിൽ നേടിയ മെഡലുകൾ ഈ 2026 മാത്രം നേടാനും ഇന്ത്യക്കായി. അതുപോലെ ഇന്ത്യയുടെ ഗുൽവീർ സിംഗ് ആദ്യമായി ഒരു ഇന്ത്യൻ അത്ലറ്റ് 2 ഇനങ്ങളിൽ മെഡൽ നേടുന്ന റെക്കോർഡിലും എത്തി. 5000 മീറ്ററിലും 10000 മീറ്ററിലും മെഡൽ നേടിയതോടെയാണ് അത്തരത്തിലൊരു റെക്കോർഡിലേക്ക് എത്തിയത്. അങ്ങനെ നിരവധി റെക്കോർഡുകൾ തിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനം കൂടി ഇപ്രാവശ്യം ഇന്ത്യയുടെ ഭാഗത്തുണ്ടായി. അതിൽ ഇന്ത്യക്ക് കരുത്തായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ബോക്സിംഗ് തന്നെയാണ്. ഇന്ത്യ എന്തായാലും ഇന്ന് ഗെയിംസ് സമാപിക്കുകയാണ്. ഇന്ത്യക്ക് വലിയ 13 സ്വർണ്ണമടക്കം മാത്രമാണ് നേടാൻ കഴിഞ്ഞതെങ്കിൽ പോലും ഈ ഗെയിംസ് ഇനങ്ങൾ വലിയ രീതിയിൽ വെട്ടിക്കുറച്ചതാണ് എന്തായാലും ഇന്ത്യക്ക് ഇത്തരത്തിലൊരു മെഡൽ കുറവിലേക്ക് നയിച്ചത്. പക്ഷേ അപ്പോഴും ഈ ബോക്സിംഗിലെ ഒരു മുന്നേറ്റം എന്തായാലും ഇന്ത്യക്ക് ഒരു ആവേശം തന്നെ പകരുന്നതാണ്. എന്തായാലും ഇന്നത്തോടുകൂടി മത്സരം അവസാനിക്കും. ഇന്ത്യക്ക് കാര്യമായ വലിയ മത്സരങ്ങളില്ല. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബോക്സിംഗിലെ മുന്നേറ്റം തന്നെയായിരിക്കും ഈ കോമൺവെൽത്ത് ഗെയിംസിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയേണ്ടി വരും. ഓക്കെ ആഷിഖേ.